ഹലോ ഗൈസ്, വെൽക്കം ടു ആൻസർ സ്പീസ്. അപ്പോൾ നമ്മൾ ഇന്ന് റെഡ്മി നോട്ട് 13 അൺബോക്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് യൂസേജ് ഇംപ്രഷനൊക്കെയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മെയിൻ ഫീച്ചേഴ്സ് ഇവിടെ 120 Hz അമോൾഡ് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, സൂപ്പർ സ്ലിം 7.66 ആണ്, 108 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ, MediaTek 6080 പ്രൊസസ്സറാണ് വരുന്നത്. 33 വാട്ട് ഫാസ്റ്റ് ചാർജർ ഉണ്ട്. പിന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് വരുന്നത്. പിന്നെ ഇതിൽ MRP കൊടുത്തിരിക്കുന്നത് 23,000 രൂപ എന്നാണ്. പക്ഷേ ഇതിൻ്റെ 8GB 256 വേരിയൻറ്റിന് ആക്ച്വൽ പ്രൈസ് ആമസോണിൽ 20,000 രൂപയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് ഉണ്ട് 6,128, അതിന് വില വരുന്നത് 2,000 രൂപ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഒരു കൂടിയ വേരിയൻ്റ് ഉണ്ട് 12,256 വരുന്നത്, അതിന് 2,000 രൂപ കൂടുതലാണ്. ഇതിനേക്കാളും 22,000 രൂപയ്ക്ക് അത് കിട്ടും. പിന്നെ സാർ വാല്യൂ കൊടുത്തേക്കുന്നത് ഹെഡ് സാർ വാല്യൂ 0.854, അതുപോലെ തന്നെ ബോഡി സാർ വാല്യൂ 0.710. ഇന്ത്യയുടെ ലിമിറ്റിൽ തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. സിം ഇജക്ടർ, പിന്നെ കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബാക്ക് കവർ ഉണ്ട്. ഇതും ബ്ലാക്ക് കളറാണല്ലോ. പോക്കോ X6 അൺബോക്സ് ചെയ്തപ്പോഴും ബ്ലാക്ക് കളർ. സെയിം ടൈപ്പ് കവർ. ഈ ഒരു പാറ്റേണൊക്കെ നമ്മൾ പോക്കോ X6ലും കണ്ടതാണ് അൺബോക്സ് ചെയ്തപ്പോൾ. ക്യാമറ മൊഡ്യൂളിൻ്റെ ആ ഒരു എഡ്ജൊക്കെ സെയിം ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കും. നമുക്ക് ഡിവൈസ് ഇട്ട് നോക്കാം. ഡിവൈസ് എടുത്തതിന് ശേഷം ഇതാണ് ഡിവൈസ്. വൈറ്റ് കളറാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പിടിക്കുമ്പോൾ ഏകദേശം ആ ഒരു ബോക്സി ഡിസൈൻ തന്നെയാണ്. പോക്കോ X6ൻ്റെ അതേ ഒരു ഡിസൈനിലാണ് തോന്നുന്നത്. അതിനേക്കാളും കുറച്ച് കട്ടി കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. പോക്കോ X6ൻ്റെ അടുത്തുണ്ട്. ഇതുണ്ടല്ല, ആ പാറ്റേണിൽ ചെറുതായിട്ട് മാറ്റമുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ക്യാമറ മൊഡ്യൂളിൻ്റെ അവിടെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഒരു പീസ് വരുന്നത് സെയിം ആയിട്ടാണ് വരുന്നത്. ക്യാമറ ഹമ്പ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു മാറ്റമുണ്ട്. അത്ര ഒരു ഹമ്പ് വരുന്നില്ല, പോക്കോ X6ൻ്റെ അത്ര വരുന്നില്ല റെഡ്മി നോട്ട് 13ൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കട്ടി നോക്കുകയാണെങ്കിൽ കുറച്ചൊരു കട്ടി കുറവുണ്ട്. റെഡ്മി നോട്ട് 13 കുറച്ചുകൂടി വെയിറ്റ് കുറവുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ഇൻ ഹാൻഡ് ഫീല്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പോക്കോ X6 പോലെ തന്നെ ഒരു ബോക്സി ഡിസൈനാണ് വരുന്നത്. നമുക്ക് ഡിവൈസിലേക്ക് വരാം. അടുത്തായിട്ട് നമുക്ക് ടൈപ്പ് സി കേബിൾ, ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ കാണാൻ സാധിക്കും. ഒരു 33 വാട്ട് ഫാസ്റ്റ് ചാർജറും കൂടെ അവൈലബിൾ ആണ്. ഇത്രയാണ് ബോക്സിലുള്ളത്. ഇനി നമുക്ക് ആ ബാക്ക് കവർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉള്ളത് കാരണമായിരിക്കും ഇവിടെ ഓപ്പണിംഗ് ആണ്. പിന്നെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ക്യാമറ ഹമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. പോർട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ട്രാൻസ്പാരൻറ്റ് കേസിനേക്കാളൊക്കെ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഉള്ളിൽ ആ കളറ് നമുക്ക് മനസ്സിലാവില്ല, ആ പാറ്റേൺ ഒന്നും നമുക്ക് ഈ കവറിട്ട് മനസ്സിലാവില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. നോർമൽ ട്രാൻസ്പാരൻറ്റ് കേസൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്കൊരു മങ്ങലൊക്കെ വരും, മഞ്ഞ കളറൊക്കെ ആവും. ഇതിന് ആ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല യൂസബിൾ കേസാണ്. നല്ല ഒരു സ്മൂത്ത് ഫിനിഷിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിവൈസ് ഫസ്റ്റായിട്ട് ബൂട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ബൂട്ട് MI ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓണായി വരുമ്പോൾ തന്നെ MIUI 14 എന്നാണ് കാണിക്കുന്നത്. ഇതിൽ MIUI 14 ആണ്, HyperOS അല്ല. HyperOS ഒക്കെ ഇതിൽ അപ്ഡേറ്റിലൂടെ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോക്കോ X6 Pro എന്നുള്ള ഡിവൈസിൽ മാത്രമാണ് ഇൻബിൽട്ടായിട്ട് നമുക്ക് HyperOS വരുന്നത്. അപ്പോൾ സെറ്റ് ചെയ്ത് തന്നപ്പോൾ ഇതിന് ഫിംഗർ പ്രിൻറ്റ് ഇവിടെ സൈഡിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഓപ്പണിങ് ബാക്ക് കവറിന് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഷവോമി, റെഡ്മി ഫോണൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ, പോക്കോ ഫോണൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ബേസിക് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇതിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആഡ്സ് ഇത് ഓഫ് ചെയ്യാൻ മറക്കരുത്. അത് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും, എന്നാലും നമ്മൾ ടേൺ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെറ്റപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റായിട്ട് ഓണായി വന്നു. അപ്പോൾ ഓപ്പൺ ആക്കി വരുമ്പോൾ തന്നെ നമുക്ക് ഓപ്പേര ബ്രൗസർ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പോക്കോയിൽ കണ്ട എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് കേട്ടോ.
കുറേ ഗെയിംസ് ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സ്നാപ്ചാറ്റ് ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒപ്പേര ബ്രൗസർ. ഓക്കെ, ഇപ്പോൾ ബ്ലോട്ട്വെയർസ് ഉണ്ട്, പക്ഷേ എന്നാലും നമുക്ക് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ പോക്കോ X6 കേസ് എടുക്കുകയാണെങ്കിൽ ഞാനതെല്ലാം ഒഴിവാക്കിയിട്ടൊരു ക്ലീൻ OS പോലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മാത്രം ഉള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ, സിമ്പിളായിട്ട് തന്നെ. നമുക്ക് വലിയ ചൊറൊന്നുമില്ല. കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് ഫോണിൽ പോയാൽ ഇവിടെ MIUI 14 ആണ്. പിന്നെ ഡിവൈസ് നെയിം റെഡ്മി നോട്ട് 13. പിന്നെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 256 GB 27.3 GB യൂസ്ഡ് ആണ്. അതിൽ 228.7 GB നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ്. പിന്നെ ഡീറ്റെയിൽഡ് ഇൻഫോ ആൻഡ് സ്പെസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ 8 GB RAM ആണ്. പിന്നെ പ്ലസ് 4 GB അത് സ്റ്റോറേജ് എന്നുള്ള RAM ആണ്. അത് നോക്കേണ്ട 8 GB RAM ആണ് ഇതിൻ്റെ ശരിക്കുള്ള RAM. പിന്നെ CPU ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നില്ല. മീഡിയാടെക്കിൻ്റെ 6080 എന്നുള്ള പ്രൊസസ്സറാണ്, ഒക്ടാകോർ പ്രൊസസ്സറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ വരുന്നത്. ഇനി ക്യാമറ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ 0.6 ഉണ്ട്, 1x 2x 3x ജസ്റ്റ് ഡിജിറ്റൽ സൂമാണ്. ഇനി നമുക്ക് മാക്രോ ക്യാമറ ഉണ്ടോ നോക്കാം. അത് മാക്രോ ക്യാമറ അവൈലബിൾ ആണ്. അപ്പോൾ 3 ക്യാമറ, ആ 3 ക്യാമറയും ഇതിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്ന് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ടും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ടച്ച് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ടച്ച് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് തന്നെ അത് അൺലോക്ക് ആവുന്നുണ്ട്. ഈ കവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് സെൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒറ്റയടിക്ക് അൺലോക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് കവറൊക്കെ ഊരിയിട്ട് ഈ ഡിവൈസിന് അടുത്തുനിന്നൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ടോപ്പിൽ ഇയർ പീസ്, പിന്നെ ഇവിടെ ഇങ്ങനെ സെൻസർ ഉണ്ട്. പിന്നെ 16 MP ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. പിന്നെ 6.67 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയുടെ അരികൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നാണ് കേട്ടോ. ഓവറോൾ ഫുൾ ഡിസ്പ്ലേ വരുന്ന ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഫുൾ ഡിസ്പ്ലേ വരുന്ന രീതിയിലാണ്. ഓൾമോസ്റ്റ് ഒരു പ്രീമിയം ഫീലാണ് കേട്ടോ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ. പക്ഷെ താഴെ ഒരു ചെറിയൊരു തിക്നെസ് ഉണ്ട് ഈ ചിന്നിന്. അത് മാത്രമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ നോക്കിയാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ. നമ്മൾ പോക്കോ X6 കണ്ട അതേപോലെ തന്നെ. പിന്നെ ഇതിന് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രീ അപ്ലൈഡ് സ്ക്രീൻ ഗാർഡ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഫോണിൻ്റെ താഴ്ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് പ്രൈമറി മൈക്ക്, Type-C USB പോർട്ട് അല്ലെങ്കിൽ ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇത് പവർ ബട്ടൺ പ്ലസ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. പിന്നെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാൻ സാധിക്കും. പിന്നെ ടോപ്പ് സൈഡിൽ നമുക്ക് സെക്കൻഡറി മൈക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ IR ബ്ലാസ്റ്റർ സെൻസർ ഉണ്ട്. പിന്നെ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. സെക്കൻഡറി സ്പീക്കർ അവൈലബിൾ അല്ല, ഇതിന് സ്റ്റീരിയോ സ്പീക്കർ വരുന്നില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് സിം ട്രേ ഉണ്ട്. സിം ട്രേ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒന്നുകിൽ ഒരു സിമ്മും മെമ്മറി കാർഡും അല്ലെങ്കിൽ 2 ഡുവൽ സിമ്മ് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനത്തെ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സൈഡ് പാനൽ നമുക്ക് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഫോണിൻ്റെ ബാക്ക് സൈഡ് പോവുകയാണെങ്കിൽ റെഡ്മി എന്ന് 5G എന്ന് എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ആ ഒരു മാർബിൾ ഫിനിഷ്, വൈറ്റ് കളർ ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ ഫെയ്ഡ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ക്യാമറ മൊഡ്യൂൾ കാണാൻ സാധിക്കും. ഇവിടെ 108 MP ട്രിപ്പിൾ ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് 108 MP ക്യാമറ, പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ നമുക്ക് 2 MP മാക്രോ ക്യാമറ ആണ് ഇത്. പിന്നെ ഒരു LED ഫ്ലാഷും. ഇത്രയാണ് ബാക്ക് സൈഡിലുള്ളത്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഗ്ലാസ് ഫിനിഷ് പോലെ തോന്നും, പക്ഷേ ശരിക്കും ഇത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്, അല്ലാതെ ഗ്ലാസ്സോ ഗൊറില്ല ഗ്ലാസ്സോ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് ഇട്ടിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്ക്രാച്ചൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ലൈൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡിവൈസിന് അടുത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ റെഡ്മി നോട്ട് 13 ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. 1080p 30 FPS ഇതിലാണ് നമുക്ക് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, വെയിൽ ബാക്കിലുള്ളതുകൊണ്ട് അവിടെ നല്ലോണം ഓവർ എക്സ്പോസ് ആവുന്നുണ്ട്. നമ്മുടെ ഫേസ് ആയതുകൊണ്ടാണ്. ഫേസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. ഫേസ് വരുമ്പോൾ അവിടെ ഓവർ എക്സ്പോസ് ആയിട്ട് നമ്മുടെ കറക്റ്റ് കാണിക്കും.
ഈ രീതിയിലാണ്. നമ്മൾ പോക്കോ X6 അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഫ്രണ്ട് ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷൻ ഇല്ല, പക്ഷേ ഇവിടെ സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ബാക്ക് ക്യാമറ വെച്ചൊരു ഷോട്ട് എടുത്ത് നോക്കാം. ഇത് ബാക്കിലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിലും 1080pയിലാണ് നമുക്ക് മാക്സിമം വീഡിയോ എടുക്കാൻ സാധിക്കുക. ഓക്കെ, ഇത് റെഡ്മി നോട്ട് 13 ബാക്കിലെ മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫോക്കസിങ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഫോക്കസായി, ഔട്ട് ഫോക്കസായി, അവിടെ ഫോക്കസായി. ഓക്കെ, ചില സമയത്ത് കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 1080pയിലാണ് മാക്സിമം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. നമുക്ക് 4K റെക്കോർഡിംഗ് ഇല്ല ഇതിലും. ഓക്കെ, അപ്പോൾ ഒരു ഫുള്ളി 1080pയിൽ മാത്രം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഇവിടെ വരുന്നത്. പാനിങ് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയാണ് വരുന്നത്. പ്രിവ്യൂ കാണിക്കുമ്പോൾ ഒരു സ്റ്റട്ടറിങ് പോലെ തോന്നിക്കുന്നുണ്ട്. ഇത് പോക്കോ X6ലും അങ്ങനെ ആയിരുന്നു, പക്ഷേ വീഡിയോയിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഔട്ട്പുട്ടിൽ. ഓക്കെ, ഇതിലെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഫോക്കസ് ഹണ്ടിങ് അങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. സ്റ്റട്ടറിങ് കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ഔട്ട്പുട്ടിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെയിൻ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ സാമ്പിൾ. ഓക്കെ, അപ്പോൾ റെഡ്മി നോട്ട് 13 ഉപയോഗിച്ച് എടുത്ത വീഡിയോ സാമ്പിൾ നിങ്ങൾ കണ്ടു. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോ സാമ്പിൾ ഞാൻ എടുത്തത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അതോടുകൂടി വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫോട്ടോ സാമ്പിൾ ഒന്ന് കണ്ടു.